ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഒരു നാടൻ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. വെള്ള കളറിലെ വൻപയർ നമ്മൾ ഉലർത്തുകയാണ്. അപ്പോൾ ഇതിന് ഞാൻ വൻപയർ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, കശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയും ഒരു 2 വെളുത്തുള്ളി കഷ്ണവും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഇവിടെ എടുക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും. അപ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു ഫ്രീ ആയിരിക്കുന്ന ദിവസം കഞ്ഞിയൊക്കെ ആക്കുമ്പോൾ കഞ്ഞിക്ക് പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. അപ്പം നമുക്ക് എളുപ്പത്തിലാക്കാൻ പറ്റും. നമുക്കെങ്ങനെ ആക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് അതിനകത്തൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ച വൻപയർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ട് ആക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട, ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കുന്ന അളവിൽ വെള്ളം മതി. അതിനകത്തേക്ക് ഞാൻ ഈ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഈ കശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടിച്ചിട്ട് ഒരു 4 to 5 വിസിൽ വേവിക്കാം. നമ്മൾ കുറച്ച് സമയം സോക്ക് ചെയ്തിട്ടുണ്ട്, എന്നാലും നമുക്കിത് നന്നായി വെന്ത് കിട്ടണമെങ്കിൽ അത്ര ഒരു സമയം വേണം. ആ സമയത്ത് നമുക്ക് ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഈ തേങ്ങയും ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇടിച്ചെടുക്കാം. ഇതിങ്ങനെ കല്ലിലിടിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ആ നാടൻ ഫ്ലേവർ കിട്ടുക. അപ്പോൾ നമ്മുടെ വൻപയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത് ഇങ്ങനെ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാവുക, കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇത് കഞ്ഞിക്കൊക്കെ നല്ല ടേസ്റ്റാണ് സെർവ് ചെയ്യാൻ. അപ്പോൾ ഇപ്പം നമ്മൾ ഇടിച്ചു വെച്ച ഈ തേങ്ങയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ചതച്ചതിലേക്ക് ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റിലാണ് ഇതിൽ ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഉപ്പ് ഫസ്റ്റിൽ തന്നെ ആഡ് ചെയ്താൽ ഇത് വേവാൻ ഇച്ചിരി പാടായിരിക്കും. ഉപ്പും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായി മിക്സ് ചെയ്താൽ നമ്മുടെ ടേസ്റ്റി വൻപയർ ഉലർത്തിയത് റെഡിയാണ്. ഇത് എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇതിൽ വളരെ ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു. ബൈ.